ഹായ് ഹലോ എല്ലാവരും സുഖമായും സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു. ടുഡേ ഈസ് മൈ ബർത്ത്ഡേ ആൻഡ് ബർത്ത്ഡേസ് അധികം ഇഷ്ടപ്പെടാത്ത ഒരാളാണ് കേട്ടോ ഞാൻ. എനിക്കങ്ങനെ ബർത്ത്ഡേസ് സെലിബ്രേറ്റ് ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല. ഓൾദോ എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് അന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ എനിക്ക് എന്താ പറയുക, ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുങ്ങുന്നതും അതേപോലെ ഫോട്ടോസ് എടുക്കുന്നതും വീഡിയോസ് എടുക്കുന്നതും പിന്നെ ഗിഫ്റ്റ് പൊട്ടിക്കുന്നതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സന്തോഷം നിറഞ്ഞ സംഭവങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടികളുണ്ട് ആൻഡ് ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ദിസ് വാസ് ആക്ച്വലി എ ഗിഫ്റ്റ് ഫ്രം ഹെർഡേ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ നിന്ന് എനിക്ക് ഗിഫ്റ്റായിട്ട് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ സെൻഡ് ചെയ്തതാണ് കേട്ടോ. ഏതെങ്കിലും ഒരു നല്ല ഇവൻറ്റിന് ഇടണം എന്ന് കരുതിയിട്ട് ഇന്ന് ഇതിൽ കൂടുതൽ ഒരു ബെസ്റ്റ് ഡേ ഉണ്ടാവില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇതിട്ടത്. ഹെർഡേ പേജിൻ്റെ ഡീറ്റെയിൽസ് കോൺടാക്ട് നമ്പറും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവരുടെ ഇൻസ്റ്റാ പേജ് ചെക്ക് ചെയ്താൽ മതി. ഉച്ചയ്ക്ക് ലഞ്ച് പുറത്തുനിന്നാകാം എന്ന് കരുതി ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് വിട്ടു. വിഷ്ണുവിന് വേണ്ടിയിട്ട് ബീഫിൻ്റെ എന്തോ ഒരു ഫ്രൈ ഐറ്റം ഓർഡർ ചെയ്തു. ഞാൻ എൻ്റെ അവിടുത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള താലി ബിരിയാണി സെറ്റാണ് കേട്ടോ ഓർഡർ ചെയ്തത്. എനിക്കിതിൽ മെയിനായിട്ട് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ 2 അച്ചാർ വരുന്നുണ്ട്, പിന്നെ ഗുലാബ് ജാമുൻ, ചില ദിവസങ്ങൾ പായസമായിരിക്കും, റൈത്താസ് വരുന്നുണ്ട്, ചട്നി വരുന്നുണ്ട്. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബിരിയാണി. ഈ വീഡിയോ സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു ബാഗ് കണ്ടോ, അതാണ് ഈ വട്ടത്തെ എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ഗിഫ്റ്റാണ് വിഷ്ണുവിൻ്റെ വക. സോ ആ ബാഗ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഷോൾഡർ ബാഗ് എന്ന് പറയും. എൻ്റെ ലൈഫിൽ വെരി ഫസ്റ്റ് ഷോൾഡർ ബാഗാണ് കേട്ടോ. ചെറിയ എൻ്റെ അടുത്തുള്ളതിൽ വെച്ച് ചെറിയ ബാഗാണ്. യൂഷ്വലി ടോട്ട് ബാഗ്സ് പ്രിഫർ ചെയ്യുന്ന ആളാണ് കേട്ടോ ഞാൻ. പക്ഷേ ഇത് ഭയങ്കര ക്യൂട്ടായതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇനിയാണ് ശരിക്കുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻ. അങ്ങോട്ടേക്ക് പോവുകയാണ്. എങ്ങോട്ടാണെന്നല്ലേ, നമ്മളെ അഞ്ചൽ ബൈപ്പാസ് റോഡിലുള്ള സെൻറ്റ് ജോർജ് സ്കൂളിന് ഓപ്പോസിറ്റുള്ള ചോക്കോ ട്രിപ്പ്, ഇത് അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ആ സ്പോട്ട്. ആദ്യമായിട്ടാണ് കേട്ടോ ഷോപ്പ് വിസിറ്റ് ചെയ്യുന്നത്. ഇതിന് മുന്നേ പല വട്ടവും ഇവിടെ ഹോം ഡെലിവറി ഉണ്ട് കേട്ടോ. അപ്പോൾ പല സാധനങ്ങളും ഞാൻ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു ചെറിയ പ്രൊമോഷൻ പരിപാടിയും കൂടിയിട്ടുണ്ട്. യൂഷ്വൽ ബർത്ത്ഡേ കേക്ക് കട്ടിങ് അങ്ങനത്തെ പരിപാടികളൊന്നും എനിക്കിഷ്ടമല്ല. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷേ എനിക്ക് ഐ ഹാവ് എ തിങ് ഫോർ സ്വീറ്റ്സ്. എനിക്ക് മധുരമുള്ള സംഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴാണ് ഞാൻ കരുതിയതെങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്ക് തന്നെ പോകാം, നമ്മൾക്ക് അവിടെ നിന്ന് എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് അങ്ങോട്ട് ബർത്ത്ഡേ ആഘോഷിക്കാം എന്ന് കരുതി. അതുകൊണ്ടാണ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഡെസേർട്ടിന് വേണ്ടിയിട്ട് വയറ്റിൽ സ്ഥലമൊക്കെ വെച്ചിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വന്ന് നമ്മൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തു. അതേപോലെ തന്നെ കുറച്ച് റീസെൻറ്റ് ലോഞ്ചസ് ഉണ്ട് എന്ന് പറഞ്ഞു, അതും നമ്മൾ ഓർഡർ ചെയ്തിട്ട്. എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഭയങ്കര ക്യൂട്ട്സി എസ്തെറ്റിക് വൈബ്സ് ആയിരുന്നു തന്നുകൊണ്ടിരുന്നത്. അവിടെ ഒരു കുറച്ച് ഫ്ലോറൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു ഏരിയയാണ് എനിക്ക് ഏറ്റവും അവിടെ ഇഷ്ടമായത്. പിന്നെ നമ്മുടെ ക്വസോൺ അതേപോലെ വാഫിളിൻ്റെയും കൂടി മിക്സ് ആയിട്ടുള്ള ക്രോഫിൾ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. അതേപോലെ നമ്മുടെ കിൻഡർ ബുവാനോൻ്റെ വാഫിൾ, പിന്നെ ഇത് ലോട്ടസ് ബിസ്കോഫിൻ്റെ ഒരു മിൽക്ക് ഷേക്ക്. ഈ ക്രോഫിൾ ശരിക്കും പറഞ്ഞാൽ ഒരു കൊറിയൻ ഡിഷാണ് കേട്ടോ. അത് അവരുടെ റീസെൻ്റ് ആയിട്ടുള്ള പുതിയൊരു മെനു ആണ്. പിന്നെ ഈ ഒരു ലോലിപോപ്പിൽ മറ്റേ വോഫിൾ സ്റ്റിക്ക് വരുന്നുണ്ടല്ലോ, അതും ന്യൂവസ്റ്റ് ലോഞ്ചാണ്. പിന്നെ ജിം അഡിക്ട്സിന് വേണ്ടിയിട്ട് അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോട്ടീൻ ഷേക്കും ഇവിടെ അവൈലബിൾ ആണ്. പാൻ കേക്ക്സ് അവൈലബിൾ ആണ്, ക്രേപ്പ് അവൈലബിൾ ആണ്. എനിക്ക് മെയിനായിട്ട് ഞാൻ ട്രൈ ചെയ്തില്ല. ഈ കഴിഞ്ഞൊരു 1 year ആയിട്ട് ഞാൻ ഇവരുടെ കസ്റ്റമറാണ്. എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം പാൻ കേക്ക്സ് ആണ് കേട്ടോ. അതും ബ്ലൂബെറി ചീസ് കേക്കിൻ്റെ പാൻ കേക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതേപോലെ ക്രേപ്പിൽ ആൽമണ്ട് ഓവർലോഡ് ആണെന്ന് തോന്നുന്നു. പലതിനും പല നെയിമാണ് കേട്ടോ, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ട്രിപ്പിൾ ചോക്ലേറ്റ് വരുന്നുണ്ട്, ഓറിയോ ഒബ്സെഷൻ, അങ്ങനെ കിൻഡർ ബുവാനോ, കുറേ സംഭവങ്ങളുണ്ട്. എല്ലാത്തിൻ്റെയും കൂടി പേര് ഞാൻ പറഞ്ഞാൽ നിങ്ങളെ കൺഫ്യൂസ് ആക്കുന്നില്ല. നിങ്ങൾ എന്തായാലും കുറച്ച് പേരുമായിട്ട് നിങ്ങളുടെ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഗെറ്റ് ടുഗെദർ പോലെയോ കൂട്ടുകാരായിട്ടോ ഒക്കെ കപ്പിൾസ് ആയിട്ടാണെങ്കിലും അങ്ങനെ നിങ്ങളൊന്ന് പോയി നോക്കുക. എന്നിട്ട് എല്ലാവർക്കും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാൻ കേക്ക് ഇതാ ലാസ്റ്റ് വന്ന് കണ്ടോ, അതാണ് ബ്ലൂബെറി ചീസ് കേക്ക് പാൻ കേക്കാണ്, മിനി പാൻ കേക്ക്സ് ആണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമാണ്. അതും നമ്മുടെ ആൽമണ്ട് ഓവർലോഡിൻ്റെ ക്രേപ്പും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബാക്കി ഐറ്റംസും ട്രൈ ചെയ്തതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഒരു അടിപൊളി ഒരു ഡേ ആയിരുന്നു. ഇത്രയും മധുരം കൂടി കഴിച്ചിട്ട് എനിക്ക് അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു ആ ഒരു ഡേ. യൂഷ്വലി ഇത്രയും മധുരം കഴിക്കാനൊന്നും വിഷ്ണു സമ്മതിക്കില്ല, ബർത്ത്ഡേ ആയതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഇവിടുത്തെ മെനു ഞാൻ നിങ്ങളെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിൽ കറക്റ്റ് റേറ്റും എന്തൊക്കെ ഐറ്റംസ്, ഇപ്പം ഓരോ പാൻ കേക്സിൽ തന്നെ പല വേരിയൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ എന്തായാലും പോസ് ചെയ്തൊന്ന് വായിച്ചു നോക്കിയാൽ മതി റേറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ അവർ ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. എന്നെപ്പോലെ സ്വീറ്റ് ടൂത്ത് ഉള്ളവർ അല്ലെങ്കിൽ മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും വരണം കേട്ടോ. ഒരു വട്ടെങ്കിലും നിങ്ങൾ വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്താണെന്നൊക്കെ. നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറയണം. ഇനിയിപ്പോൾ ഷോപ്പിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹോം ഡെലിവറി അവൈലബിൾ ആണ്. നിങ്ങൾ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി.
എന്തായാലും ഇത്രയും ഐറ്റംസ് ഒന്നും കഴിക്കാനായിട്ട് നമ്മൾക്ക് രണ്ടാൾക്കും പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പാഴ്സൽ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഒത്തിരി ഹാപ്പി ആയിരുന്നു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം ഒരുപാട് മധുരം കഴിക്കാനൊക്കെ പറ്റി. ആൻഡ് എന്തായാലും ഐ എം സോ ഹാപ്പി ആൻഡ് താങ്ക് യു ഗൈസ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ. ചിലപ്പോൾ ടേക്ക് കെയർ.